പറ്റിയത് പറ്റി. ഇനി അവളെ തന്ത വിളിച്ച് സെറ്റി. എടി കൊച്ചേ, നിന്റെ തന്തയുടെ പേരും നമ്പറും പറ. പേരും നമ്പരും ഒക്കെ ഞാൻ പറയാം, പക്ഷെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങളെ വീട്ടിലെത്തില്ല. അതെന്താ? നിന്റെ തന്ത വലിയ കൊമ്പനാണോ? പേര് പറയടി. നിങ്ങൾ അറിയും, മാർട്ടിൻ, പേട്ട മാർട്ടിൻ. നീ ഏത് ഓഫീസറായാലും എനിക്ക് പുല്ലാണ്. ഇവിടെ എനിക്കൊരു ഓഫീസുണ്ട്. കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ? അളിയാ, കട്ട സീന. ഇത് നമ്മുടെ കയ്യിൽ നിൽക്കും തോന്നണില്ല. ആ മാർട്ടിനെങ്ങാനും അറിഞ്ഞ നമ്മളെ കാര്യം മൂഞ്ചി. ഇനിയൊന്നും ആലോചിക്കാനില്ല. ആ കൊച്ചിനെ കൊണ്ട് അയാളെ വിളിപ്പിച്ച് ആള് മാറിപ്പോയതാന്ന് പറയിപ്പിക്കാം. നാളെ രാവിലെ സുഭാഷ് പാർക്കിലെ കൊച്ചിനെ ഇറക്കി വിട്ടിട്ട് നമുക്ക് തടിയപ്പാ. അതാണ് നല്ലത്. നമുക്കിപ്പോൾ തന്നെ കൊച്ചിനോട് കാര്യം പറയാം. ഓക്കെ മോളെ, ഒരബദ്ധം പറ്റിയതാ. ആള് മാറിപ്പോയി. മോളെ അച്ഛനെ വിളിച്ചിട്ട് രാവിലെ 7 മണിക്ക് സുഭാഷ് പാർക്കിൽ നിന്ന് വരാൻ പറ പ്ലീസ്. ഡോണ്ട് വെറി അങ്കിൾ, ഞാൻ പറഞ്ഞോളാം. ഡാഡി, ആ ഡാഡി, അവർക്ക് ആള് മാറിയതാ. നാളെ രാവിലെ 7 മണിക്ക് ഡാഡി സുഭാഷ് പാർക്കിൽ വാ, അവരെന്നെ വിടാന്ന് പറഞ്ഞു. ആ ഓക്കെ ഡാഡി. അങ്കിൾ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും പോയി മേടിച്ചിട്ട് വാ. പൈസ ഇല്ലേ? എന്റെ ബാഗിൽ പൈസ ഇരിപ്പുണ്ട്. അളിയ, ഈ കുതിരടി കൊണ്ട് ഇവിടെ ഇരിക്കണം വല്ല കാര്യം ഉണ്ടായിരുന്നു. ആ ഗോളമെല്ലാം കയ്യിൽ ഇരുന്നാ പോരായിരുന്നു. മിണ്ടാതിരിയടേ, അടിച്ചിട്ട് വാ. ആ കൊച്ചിന് വിശക്കുന്നുണ്ടാവും, പെട്ടെന്ന് പോവാം. അളിയ, ആ കൊച്ചിൻ്റെ ഒരു പൂത്ത കാശുണ്ട്. ഞാൻ ബാഗ് വന്നപ്പോൾ കണ്ടു. ഹലോ, പറഞ്ഞോടാ. ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ വരാം. ആ എത്താം, കുഴപ്പമില്ല. ഓ ശരി, ഓക്കെ. അളിയാ, ഞാൻ ഫുഡ് വാങ്ങിച്ചിട്ട് വേഗം വരാം. ഓക്കെ. അളിയാ, തീത്തളല്ലേ? ഇതാ വരുന്നു. ഈ ഷമീറിനെ വിളി, വേഗം വിളിക്ക്. പണിയായല്ലോ. അളിയാ, എടാ മോള്. എൻ്റെ റബ്ബേ. എടാ പ്രകാശ, എടാ സാബു, എന്താണ് പറ്റിയേ? തട്ടിക്കൊണ്ട് വന്നിട്ട് തീർത്ത് കളഞ്ഞല്ലടാ. എണീക്കടാ കുമാരാ, നിങ്ങൾ എല്ലാത്തിനും തോന്നി വണ്ടി കയറാം. നമ്മളല്ല സാർ. എന്റെ കുഞ്ഞാടാ. ഞാൻ ടൗൺ എസ് ഐ മാധവനാണ്. നിങ്ങളിപ്പോൾ വിളിക്കുന്നത് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ നമ്പറിലേക്കാണ്. നിങ്ങളൊന്ന് ടൗൺ സ്റ്റേഷൻ വരെ വരേണ്ടി വരും. എന്താ സാർ? എന്ത് കിട്ടിയാടാ നിനക്ക്? കുഞ്ഞിനെ തീർത്താറേ അല്ലല്ലേ? പറയടാ, എന്ത് കിട്ടിയെന്ന് നോക്കി പറയടാ. നിന്നെ കൊണ്ട് ഞാൻ പറയുന്നത് പറ്റുമോ നോക്കട്ടെ. പറയടാ.
എണീക്കടാ, എണീക്കടാ. എന്റെ വീട്ടിലെ താമരയാണ്. മാധവ, എന്താ എന്താ ഇവിടെ നടക്കണേ? സാർ, എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല സാർ. എന്ത്? എന്റെ സാറമോളെവിടാ? എന്റെ സാറമോളെവിടെ? നമ്മുടെ കുഞ്ഞിനെ കുഞ്ഞ് ഇവന്മാർ കൊന്നു കളഞ്ഞു. എന്റെ മോളെവിടാ? ഇപ്പൊ എന്റെ കുഞ്ഞെവിടെ? സാർ, എങ്ങനെ പറയും സാർ? എന്റെ മോളെവിടെ? നമ്മുടെ മോള് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് സാർ. മാധവ, ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. അതുവരെയുള്ളവർക്ക് ആയുസ്. എന്താ കുമാര? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു സാറേ. വാ, ഇരിക്ക്. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് സാറേ. നമ്മുടെ സാറ മോളെ കൊന്നത് ആ 3 പയ്യന്മാരല്ല. കാര്യം വ്യക്തമായിട്ട് പറയടാ. സത്യമാണ് സാറേ. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടും പിന്നെ കൃത്യമായ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുക, ആ 3 പയ്യന്മാരല്ല സാറേ നമ്മുടെ മോളെ കൊന്നേ. അപ്പൊ നിങ്ങളുടെ എസ് ഐ എന്താ, പൊട്ടനാണോ? അതൊന്നും എനിക്കറിയില്ല. അയാളൊരു വേലക്കളനാ സാറേ. ചിലപ്പോൾ പണി എളുപ്പമാവാൻ വേണ്ടി ഈ 3 പയ്യന്മാരുടെ തലയിൽ ആ കേസ് വെച്ച് കെട്ടിയതാവും. ഓഹോ. ഇതെനിക്ക് മാത്രമല്ല ഈ അഭിപ്രായം. ആ പിള്ളേരടക്കുന്ന ജയിലിലെ സൂപ്രണ്ടിനും സെയിം അഭിപ്രായമാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ സാറിൻ്റെ ഇഷ്ടം. സാറൊന്ന് ചിന്തിക്കും. ഞാൻ എന്തായാലും പോവുക. അപ്പാ, അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമോ അപ്പാ? എന്റെ കുഞ്ഞിന്റെ ജീവൻ എടുത്തത് ആരാണെന്ന് എനിക്ക് അറിയണം അപ്പാ. സമാധാനിക്കും മോളെ. അപ്പനില്ലേ, നീ അകത്തേക്ക് ഇല്ല. ദിനേശ, നീ എവിടെയാണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും ഉടനെ വീട്ടിലെത്തണം. എന്താ ചേ വിളിപ്പിച്ചേ? ആ കുമാരൻ വന്നിരുന്നു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്റെ സാറമോളുടെ കൊലപാതകം ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ പോരാ, നീ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി പണി തുടങ്ങിക്കോ. അതിപ്പോ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ചേച്ചേ? അച്ചായനൊരു ഫോൺ ചെയ്ത് പറഞ്ഞാ പോരെ? ഉപദേശം വേണ്ട, പറയുന്നത് ചെയ്. ആവശ്യമുള്ള കാശ് ജാസ്മിൻ്റെ വാങ്ങിച്ചോ, കേട്ടോ? എന്നാ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടോ ചേ? ശരി. സാറയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ചിന് കൈമാറുക. സാറയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ചിന് കൈമാറുക. യഥാർത്ഥ ഘാതകരെ കണ്ടെത്തുക. യഥാർത്ഥ ഘാതകരെ കണ്ടെത്തുക. സർക്കാർ നീതി പാലിക്കുക. സർക്കാർ നീതി പാലിക്കുക. സാറയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ചിന് കൈമാറുക. സാറയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ചിന് കൈമാറുക. പോലീസ് നീതി പാലിക്കുക. 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 സാറയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ചിന് കൈമാറുക. സാറയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ചിന് കൈമാറുക. യഥാർത്ഥ ഘാതകരെ കണ്ടെത്തുക. ഹലോ, പോലീസ് നീതി പാലിക്കുക. സാറയുടെ കൊലപാതകം ക്രൈംബ്രാഞ്ചിന് ആണോ ചേ? ശരി 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 ശരി. പോലീസ് നീതി പാലിക്കുക. നമ്മുടെ ഈ സമരം വിജയിച്ചിരിക്കുന്നു. സാറാ കൊലക്കേസ് ക്രൈംബ്രാഞ്ചിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ ദിനേശ, ഒടുവിൽ നിന്റെ അച്ചായൻ തന്നെ ജയിച്ചു അല്ലേ? അതാണല്ലോ ശീലം സാറേ. മോളിൽ നിന്നുള്ള ഉത്തരവ് സാറിന് ഇപ്പൊ എത്തിക്കാണും. പിന്നെ ഒരു സർപ്രൈസ് കൂടി പൊട്ടിക്കാനുണ്ട്. എന്താ ദിനേശ, പറ. അന്വേഷണ ചുമതല ആർക്കാണെന്ന് അറിയോ സാറിന്? ആർക്ക്? രാവണൻ. 10 തലയുള്ള രാവണൻ. രാവണൻ സമ്പത്ത്.